ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ധാബ സ്റ്റൈൽ ഷാഹി പനീർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഗാർലിക് നാൻ കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഞാനതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 2 സവോള ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടൊമാറ്റോ, അതുപോലെ തന്നെ 3-4 റെഡ് ചില്ലീസും കൂടെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കൂടെ വേണ്ടത് കാഷ്യൂ ആണ്. കാഷ്യൂ നമുക്കൊന്ന് കുതിർത്ത് വെക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം അതിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് കുറച്ച് നേരം ഒന്ന് കുതിർത്ത് വയ്ക്കാം. ആ സമയം കൊണ്ട് ബാക്കി നമുക്ക് ഈ ഒനിയനും അതുപോലെ തന്നെ ടൊമാറ്റോ, റെഡ് ചില്ലീസും ഒക്കെ നമുക്കൊന്ന് അരച്ചെടുക്കണം. അതൊക്കെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. എല്ലാം ഞാൻ വേറെ വേറെ ആയിട്ടാണ് അരച്ചിരിക്കുന്നത്. കാഷ്യൂ കുതിർന്ന് വന്നപ്പോൾ ഞാൻ അതും അരച്ച് വെച്ചിട്ടുണ്ട്. കൂടെ നമുക്ക് കുറച്ച് ക്രീമാണ് വേണ്ടത്. അത് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഫ്രഷ് ക്രീം നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നത് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് ക്രീം എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഉണ്ടെങ്കിൽ അതായാലും മതിയാകും. ഇനി നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ കടായി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നെയ്യ് തന്നെ എടുക്കുന്നതായിരിക്കും ടേസ്റ്റ്, അല്ലെങ്കിൽ ബട്ടർ ഉപയോഗിക്കാം. നമുക്ക് നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക്, 5-6 കുരുമുളക്, അതുപോലെ ഗ്രാമ്പൂ, ഒരു 4-5 പീസ് ഗ്രാമ്പൂ, അതുപോലെ തന്നെ 2 പീസ് ഏലക്ക, അതുപോലെ തന്നെ കുറച്ച് കറുവപ്പട്ട. ഇതെല്ലാം കൂടി നമുക്കൊന്ന് നെയ്യിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് പൊട്ടി വരുന്നത് വരെ ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മസാല ഒന്ന് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ ആദ്യം തന്നെ അരച്ച് വെച്ചിരിക്കുന്ന ഒനിയൻ്റെ പേസ്റ്റാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. എല്ലാം നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കണം. നന്നായി പേസ്റ്റായിട്ട് നമുക്കിത് അരച്ചെടുക്കണം. ഞാനിതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സവോളയുടെ കളർ, ഇതിൻ്റെ ഈ പേസ്റ്റിൻ്റെ കളർ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. 2-3 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കി വീണ്ടും നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുവരെ നമുക്കൊന്ന് ഒരു ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അതിനുശേഷം തുറന്നതിന് ശേഷം വീണ്ടും ഇളക്കി നമുക്കതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കാഷ്യൂ പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കാഷ്യൂവിൻ്റെ പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതെല്ലാം നമുക്ക് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേണം പിന്നെ നമ്മളിത് വേവിക്കാൻ. വീണ്ടും നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ അടച്ച് വയ്ക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കി ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഒരു 4-5 മിനിറ്റ് ഇത് നമുക്കിങ്ങനെ ഇളക്കി നന്നായിട്ടിത് യോജിപ്പിക്കണം. അതൊക്കെ കുറേ നമ്മളിത് ഇളക്കി കഴിയുമ്പോൾ നമ്മളുടെ കാഷ്യൂ ഒക്കെ ഒന്ന് വെന്ത് കിട്ടും. കാഷ്യൂവും സവോളയുടെ പേസ്റ്റ് അങ്ങനെയുള്ളതെല്ലാം നമുക്കത് വെന്തോ ഇല്ലയോ നമുക്കറിയാൻ പറ്റുക എങ്ങനെയാണ്. നമ്മളധികം എണ്ണയോ നെയ്യോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. 2 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതിൻ്റെ സൈഡിൽ കൂടെ എണ്ണ തെളിഞ്ഞ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ നെയ്യ് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് തെളിഞ്ഞ് വരുന്നത് കാണാൻ പറ്റും. അതിലേക്ക് നമുക്ക് ടൊമാറ്റോ പ്യൂരിയുടെ ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോയുടെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. ഇപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മളിതിന് ഇളക്കുമ്പോൾ നമ്മളിത് സൂക്ഷിക്കണം. ഇത് കാരണം പൊട്ടിത്തെറിക്കാൻ ഇത് നമ്മൾ തിളച്ച് നമ്മളുടെ ദേഹത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിത് അടച്ച് വെച്ച് തന്നെ വേവിക്കണം. നന്നായി ചെറിയ തീയിലിട്ട് നമുക്കിതൊന്ന് നല്ലതായിട്ട് വേവിച്ചെടുക്കാം. ടൊമാറ്റോ ഒക്കെ ഒന്ന് പച്ചമണം മാറുന്നവരെ നമുക്കിതൊന്ന് വേവിക്കണം. അതിനുവേണ്ടി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. കണ്ടോ, നല്ലതായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിങ്ങനെ ദേഹത്തേക്ക് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം നമ്മളിത് ചെയ്യാൻ. എന്നിട്ട് നമുക്കിത് പിന്നെ ഇടയ്ക്ക് തുറന്ന് നോക്കി വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ
നമ്മൾ മസാലയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. സൈഡിൽ കൂടെ നമ്മൾ നമ്മുടെ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, നമുക്ക് സൈഡിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. ഇപ്പോൾ കണ്ടോ, നമ്മുടെ മസാല നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തൈരാണ് വേണം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്താൽ നമ്മൾ തൈര് നമ്മൾ കറിയിലേക്ക് ഒഴിക്കുമ്പോൾ അത് പിരിഞ്ഞതുപോലെ കിടക്കത്തില്ല. നമുക്ക് മല്ലിപ്പൊടിയൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് അത് കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്ത് വീണ്ടും നമുക്കിത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. പാത്രം കഴുകി നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കാം. തൈരും അതുപോലെ തൈര് നമ്മൾ മസാലയിലേക്ക് നല്ലപോലെ മിക്സ് ആകുന്നത് വരെ നമുക്കിത് ഇളക്കി എടുക്കണം. അതായിപ്പോൾ കണ്ടോ, നമ്മുടെ മസാല ഇതാണ് ഇതിൻ്റെ ടെക്സ്ചർ കണ്ടോ, ഇതാണ് നല്ലൊരു തരുതരുത്ത മസാലയാണ് നമുക്കിതിൻ്റെ കിട്ടുക. ഇപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് ക്രീമാണ് ആഡ് ചെയ്യേണ്ടത്. ഈ സമയത്ത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ക്രീം, ഒരു 3/4 കപ്പ് ക്രീം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. കറിയിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ഇപ്പം നമ്മൾ ക്രീമും ഇതെല്ലാം ചേർത്ത് കഴിയുമ്പോൾ നമുക്കൊരു റിച്ച് ആയിട്ടുള്ള ഒരു മസാലയാണ്, നമുക്കൊരു കറിയാണ് നമ്മൾക്കിവിടെ കിട്ടുക. ഷാഹി ആകുമ്പോൾ അതിന് നല്ലതായിട്ടൊരു റിച്ച് ഫ്ലേവറാണ് നമുക്ക് ഇതിനുണ്ടാകുക. ഇപ്പോൾ കണ്ട നമ്മുടെ എന്താ പറയുക, ക്രീം ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഒരു നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ഒരു ഗ്രേവിയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, ഇതാണ് ഷാഹി പനീറിൻ്റെ മസാല. ഇങ്ങനെ വേണം ഇരിക്കാനായിട്ട്. കണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇനി നമുക്കിത് അല്പസമയം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമ്മളുടെ ക്രീമും അതുപോലെ തൈരും ഒക്കെ നല്ലതായിട്ടൊന്ന് വെന്ത് വരേണ്ട രീതിയിൽ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. കണ്ടോ, ഇപ്പോൾ കണ്ടോ, ഇതിൻ്റെ ടെക്സ്ചർ കണ്ടില്ലേ, നല്ല സ്മൂത്തായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഗരം മസാല ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമ്മളുടെ പനീർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 200 ഗ്രാം പനീറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്ത് ഡൈസായിട്ടോ ട്രയാങ്കിൾ ഷേപ്പിലോ ഒക്കെ നമുക്കിത് കട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടം പോലെ ഇത് കട്ട് ചെയ്ത് വലുപ്പമൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. വേണമെങ്കിൽ നിങ്ങൾക്കിത് ഫ്രൈ ചെയ്തതിന് ശേഷം വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഫ്രൈ ചെയ്യാതെയാണ് ഇട്ടിരിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്കത് ഫ്രൈ ചെയ്യാം. എല്ലാം ഒന്ന് പനീറൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരുപാട് ഇളക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും അവസാനം പനീർ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇളക്കാൻ പറ്റത്തില്ല. ഇളക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പനീർ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് അവസാനമായിട്ട് വേണം നമ്മൾ പനീർ ഇട്ട് കൊടുക്കാൻ. അതിനുശേഷം നമുക്കിതിനകത്തേക്ക് കസൂരി മേത്തിയാണ് ആഡ് ചെയ്യേണ്ടത്. ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു തവയിലോ അല്ലെങ്കിൽ ഒരു പാനിലോ വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നമുക്കിതുപോലെ ഒന്ന് കൈകൊണ്ടൊന്ന് പൊടിച്ച് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറാണ് കസൂരി മേത്തിയുടെ. സിൽക്കി ആൻഡ് സ്മൂത്തി ഷാഹി പനീർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗാർലിക് നാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 2 കപ്പ് ഗോതമ്പ് മാവാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയും എടുക്കാം. ഞാനിവിടെ അല്ലെങ്കിൽ ഗോതമ്പും മൈദയും കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഗോതമ്പ് പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് പഠിക്കുന്നത് പോലെ തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ ഇപ്പോൾ അത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്തേക്ക് അല്പം എണ്ണ ഒന്ന് തൂത്ത് വയ്ക്കാം. നമുക്ക് ഒരു 10 മിനിറ്റ് നമുക്കിത് ഒന്ന് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. എണ്ണയൊക്കെ നന്നായി ഒന്ന് പുറത്തേക്കൊന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാവുന്നതാണ്. 10 മിനിറ്റിന് ശേഷം ഞാനിനി ഇത് ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഗാർലിക് നാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഒരു ഉരുള പോലെ എടുത്തതിന് ശേഷം ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ചപ്പാത്തി പലയിലേക്ക് വെച്ച് നമുക്കിതൊന്ന് ഒരു ചപ്പാത്തി പരത്തിയെടുക്കാം. ഇവിടെ ഇപ്പം ഞാനിത് ചപ്പാത്തി ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഒരു ചപ്പാത്തിയുടെ വലിപ്പം മതിയാകും. എന്നിട്ട് ഇനി നമുക്കതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. കൂടെ തന്നെ അല്പം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന മല്ലിയില കൂടി നമുക്കൊന്ന് വെച്ച് കൊടുക്കണം. മല്ലിയില കൂടി നമുക്കതിൻ്റെ പുറത്തേക്കൊന്ന് വെച്ച് കൊടുക്കാം.
എന്നിട്ട് നമ്മുടെ ഈ റോളിംഗ് പിൻ വെച്ച് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ഒത്തിരി അമക്കി നമ്മൾ റോൾ ചെയ്യേണ്ട, ചെറുതായിട്ട് നമുക്ക് വെളുത്തുള്ളി മല്ലിയിലയൊക്കെ ഒന്ന് അതിലോട്ട് റൊട്ടി അല്ലെങ്കിൽ ചപ്പാത്തിയിലോട്ടൊന്ന് പിടിക്കുന്ന രീതിയിലൊന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചൂടായി കിടക്കുന്ന തവയിലേക്ക്, നമ്മൾ ഇരുമ്പ് കൊണ്ടുള്ള തവ വേണം നമ്മൾ എടുക്കാനായിട്ട്. ചപ്പാത്തിയുടെ ബാക്ക് സൈഡിലേക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ നമുക്കൊന്ന് വെള്ളം ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കത് നമ്മുടെ തവയിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. നമ്മൾ നോൺ സ്റ്റിക്ക് തവയിലുണ്ടാക്കിയാൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ ധാബ സ്റ്റൈലിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് വെറുതെ ചപ്പാത്തിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം ഇതുപോലെ തവ എടുത്തിട്ട് ഇതുപോലെ തിരിച്ച് നമ്മളുടെ ഈ ഗ്യാസിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. കണ്ട ഇതുപോലെ ഇങ്ങനെ പിടിച്ചു കൊടുത്ത് ഇതിന് നമുക്ക് തീയുടെ മുകളിൽ വെച്ചിട്ട് വേണം നമുക്കിത് പൊള്ളിച്ചെടുക്കാനായിട്ട്. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ അല്ലെങ്കിൽ ധാബ സ്റ്റൈലിൽ നമുക്ക് ഗാർലിക് നാൻ നമുക്കിതുപോലെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീട്ടിലുണ്ടാക്കിയാൽ നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് കഴിക്കാൻ പറ്റുമല്ലോ. അതിന് ശേഷം നമുക്കിതുപോലെ തീയുടെ പുറത്തേക്കൊന്ന് വെച്ച് കൊടുത്ത് ശരി നേരം ഒന്ന് പൊള്ളിച്ചെടുക്കാം. അപ്പോൾ രണ്ട് സൈഡ് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കി വന്ന ആട്ടയുടെ കൊണ്ട് നമ്മൾ ഇതുപോലെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്കിതിനിത് സെർവ് ചെയ്യാം. അതിൻ്റെ ഇതുപോലെ നമ്മൾ ചൂടോടെ അല്പം ബട്ടർ നമുക്കൊന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്തേക്കൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ നാനിവിടെ ഗാർലിക് നാനിവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ ഷാഹി പനീറും ഇവിടെ റെഡിയാണ്. നമുക്ക് സെർവ് ചെയ്യാം. ഒരു സെർവിങ് ബോളിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷാഹി പനീറാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഇന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. ഇതുപോലെ നമ്മൾ സെർവ് ചെയ്തതിന് ശേഷം നമുക്ക് അല്പം ക്രീം ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.